ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഇന്നത്തെ ഓണത്തോടനുബന്ധിച്ചിറങ്ങിയ ഒരു സിനിമയാണ് ടോക്സിക്. നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യഷ് നായകനായിട്ട് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മലയാളിയായ ഗീതു മോഹൻദാസ് ആണ്. അപ്പൊ യഷിനെ കൂടാതെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ലേഡീസ് കഥാപാത്രങ്ങളാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. അപ്പോ കിയാര അദ്വാനി ഉണ്ട്, ഹുമ ഖുറേഷി ഉണ്ട്, അതുപോലെ നയൻതാര ഉണ്ട്, താര സഫാരി, അങ്ങനെ കുറേ വൻ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഈ സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതു മോഹൻദാസിന്റെ ഏപ്പടം എന്ന് തന്നെ പറയാം. ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിലെത്തിയ ഒരു ഏപ്പടമാണ് ടോക്സിക്. ഏപ്പടം പോലും ഇതിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്ന വരും. ഇത് ഒട്ടും തിയേറ്ററിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവരത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പങ്കാളിയും കൂടിയാണ് യഷ്. അതാണ് എനിക്ക് അത്ഭുതം. എന്ത് കണ്ടിട്ടാണ് യഷ് ഇതിന്റെ നിർമ്മാണത്തിൽ തന്നെ പങ്കാളിയായെന്ന് മനസ്സിലാവുന്നില്ല. കുറെ നായികമാരുമായിട്ടുള്ള സെക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് അത് 4 ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണോ അദ്ദേഹം ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചതെന്ന് എനിക്കറിയില്ല. അമ്മാതിരി ഒരു പടമാണ് ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. അത് വൾഗർ കാണിക്കുന്നതിന്റെ പീക്ക് ലെവലാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗീതു മോഹൻദാസ് മമ്മൂക്കയുടെ ഒരു സിനിമയെ പറ്റി, ഒരു ഡയലോഗിനെ പറ്റി അത്ര മോശമായിട്ട് ഇവരുന്ന് ചർച്ച ചെയ്ത ആളാണ് ഗീതു. ആ ഗീതുവിന്റെ സിനിമയില് സ്ത്രീകളെ വെറും അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. പുരുഷന്മാരെ അതിലും ബോറന്മാരെ, അവര് അരയ്ക്ക് താഴോട്ട് ലക്ഷ്യം വെച്ച് നടക്കുന്ന ആൾക്കാരും, സ്നേഹവുമില്ല, ഭാര്യയായിട്ടോ മക്കളെന്നോ കുടുംബമെന്നോ പെങ്ങൾ ഒരാളെന്നുള്ള ഒരു സ്നേഹവും ബന്ധവും ഇല്ലാത്ത ആളാണ് ഈ ആണുങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ശരീരം മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ഗീതു മോഹൻദാസ് ചിത്രീകരിക്കുക. എനിക്ക് തോന്നിയതാണേ, അറിയില്ല ഇനി വേറെന്തെങ്കിലും ഗീതു വിചാരിച്ചിട്ടാണോ സിനിമ ഇങ്ങനെ എടുത്തതെന്ന് എനിക്കറിയില്ല. എന്നാലും ആ സ്ത്രീ കഥാപാത്രങ്ങളെങ്കിലും നല്ല രീതിയിൽ കാണിച്ചോട്ടെ. ഇതിനകത്ത് മൊത്തം നായകന് ഈ പ്രണയം എന്ന് പറയുന്നത് ഈ വികാരം അല്ലെങ്കിൽ ഇത് സെക്സ് ആണെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് മൊത്തം എടുത്തിരിക്കുന്നത്. എന്നാൽ നായകൻ ഒരു നെഗറ്റീവ് കഥാപാത്രമാണ്. കൊലപാതകം, കൊല്ലും, അങ്ങനെ വലിയ ഒരു മാടമ്പി എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് അങ്ങനെയുള്ളൊരു കഥാപാത്രം. പെണ്ണുങ്ങളെ സെക്സിന് വേണ്ടി അവരെ ഓരോരുത്തരെ മാറി മാറി ഉപയോഗിച്ച് നടക്കുന്ന ഒരു കഥാപാത്രം അവസാനം ഒരു പ്രണയത്തിൽ പെടുന്നു. ഈ പ്രണയത്തിൽ തന്നെ പ്രണയമല്ല, അയാളെ ആ സീൻ കാണിക്കുന്നത് തന്നെ സെക്സാണ്. പ്രണയം എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ തന്നെ സെക്സിലോട്ടാണ് പോകുന്നത്. എന്നാൽ ഒരു നല്ല രീതിയിലുള്ളൊരു പ്രണയമെങ്കിലും ആ സിനിമയിൽ കാണിക്കാമായിരുന്നു. ഇവർ ഉദ്ദേശിക്കുന്ന പ്രണയം എന്ന് പറയുന്നത് സെക്സിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ആ രീതിയിലാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പൊ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഫൈറ്റ് രംഗങ്ങളൊക്കെ, ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ചോര തെറിക്കുന്നതും മറ്റുള്ളതൊക്കെ സീനുകളൊക്കെ കിടിലനായിട്ടുണ്ട്. കാരണം വെടിവെപ്പ്, അതുപോലെ തന്നെ ബോംബ്, അങ്ങനെയുള്ള ബോംബ് സ്ഫോടനങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിടിലനായിട്ടുണ്ട്. വെട്ടും കുത്തും ഫൈറ്റായിട്ട് അങ്ങനെ കൂടുതലും പിന്നെ വെടിവെപ്പും മറ്റുള്ള അങ്ങനെ സംഭവങ്ങളാണ്. അതൊക്കെ രസമുണ്ട്, ഇങ്ങനെ കണ്ടിരിക്കാം. ഇങ്ങനെ അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ അവരെന്തോ കാട്ടിക്കൂട്ടുന്നു, അതിങ്ങനെ നോക്കിക്കണ്ട് നമ്മൾ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ കളറിങ് ഉണ്ട്. പിന്നെ ഗീതു തന്നെയാണെന്നത് ക്യാമറമാൻ കുറെ പണിപ്പെട്ടുണ്ട്. കാരണം ഇതിനകത്തെ ലൈറ്റിങ്ങും അതേപോലെ തന്നെ മറ്റുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല പണിപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്, അതിന് ഒരു സംശയമില്ല. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോശമില്ലാത്ത നല്ല രീതിയിൽ ഇവരെന്താണോ സിനിമയ്ക്ക് ഉദ്ദേശിച്ച ആ സിനിമയുടെ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർ കൊടുത്തിട്ടുണ്ട്. അതും മോശമില്ലാത്ത രീതിയിലുള്ളതുണ്ട്. പിന്നെ ഇതിനകത്തെ പ്രകടനങ്ങൾ, യഷ് ആ ഒരു രീതിയിലുള്ള കഥാപാത്രമാണ്. അദ്ദേഹം ആ രീതിയിൽ കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. കഥാപാത്രത്തെയൊക്കെ അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സംശയമില്ല. യഷിന്റെ ഓറയൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല, നമുക്ക് സഹിച്ചിരിക്കാൻ വരെ പറ്റില്ല. ഞാൻ ഇമാതിരി ഒരു പൊളിപ്പടം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഈ സിനിമ തീരാൻ നിന്നില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ ഇറങ്ങി വന്നു. ഒരു രക്ഷയില്ലായിരുന്നു ഇരിക്കാൻ. ഒരു തരിമ്പ് പോലും ഇരിക്കാൻ ഞാൻ ക്ഷമിച്ച്. ഫസ്റ്റ് ഹാഫിന്റെ ഒരു 10-15 മിനിറ്റിന് ശേഷം തൊട്ടേ ബോറടിക്കാൻ തുടങ്ങിയാണ്. അമ്മാതിരി ഒരു പടമാണ് എടുത്തത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോകുമ്പോൾ ആലോചിച്ചിട്ട് പോവുക. യഷിനെ കാണാൻ മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾ പോവുക. നയൻതാര യഷിന്റെ സഹോദരിയായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് ഒന്നും മനസ്സിലായില്ല. അമ്മാതിരി ഒരു കഥാപാത്രമാണ് ചെയ്തു വെക്കുന്നതെങ്കിൽ നയൻതാരയ്ക്ക് ഇങ്ങനെ ഒരു കഥാപാത്രത്തൊക്കെ ചെയ്യാമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും മനസ്സിലായിട്ടില്ല. പിന്നെ നായിക കഥാപാത്രമൊക്കെ ആയിട്ട് അവർ ചെയ്തൊക്കെ കൂടുതലും ചെയ്തു വെച്ചാൽ അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കല്, പിന്നെ സെക്സ് രംഗങ്ങളിലെ കാണിക്കല്,
അങ്ങനത്തെയൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ അവർക്കൊന്നും അഭിനയിച്ചതാണോ അത് ജീവിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രകടനങ്ങളൊന്നും ആരുടെയും മോശമില്ല, എല്ലാവരും നല്ല പ്രകടനമാണ്. പിന്നെ സംവിധാനം എന്ന് പറയുന്നത് എന്താണ് പറയുക, പുള്ളിക്കാരത്തിന്റെ സംവിധാന രീതി ഒന്നും മോശമല്ല. കാരണം അതിനകത്ത് തിരക്കഥയിൽ എന്താണോ ഉള്ളത് അതുപോലെ സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇമാതിരി ആ ഒരു ബോറൻ പടമാണ്. മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ രസിപ്പിക്കുന്ന രീതിയിൽ ഒരു സിനിമ എടുത്തു വെച്ചിട്ടാണെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ ഈ ഓണ സമയത്ത് ഇങ്ങനെ മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിയിട്ട് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അപ്പോ ഈ സിനിമയെ പറ്റി ഒന്നും പറയാനില്ല. ഇതു മോഹൻദാസിന്റെ ഏപ്പടം കാണാൻ ആഗ്രഹിക്കുന്നവര്, ഇതു മോഹൻദാസ് സംവിധാനത്തിൽ ഒരു യശ് നായകനും ആയിട്ടെത്തിയ ഒരു ഏപ്പടം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യസമേതം പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ലാതെ നിങ്ങളൊരു കുറച്ച് സമയം ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് സമയം കളയാനുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് ഉറങ്ങാൻ പോലും പറ്റൂല, നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പം ഈ സിനിമയെ പറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വരാം. ബൈ.